ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 10 ശ്ലോകം 9. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യാ കുർവന്നിജാനന ഗണാ ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം ആപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോ ഭൂത്. നാൻമുഖനായ ഈ ബ്രഹ്മാവ് അനന്തരം വേദങ്ങളെയും പുരാണഗണങ്ങളെയും വേദാംഗങ്ങളായ സകല വിദ്യകളെയും തന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കുന്നവനായിട്ട് ആ വിദ്യകളെ തന്റെ പുത്രന്മാരിൽ സ്ഥാപിച്ച ശേഷം പ്രജാസൃഷ്ടിയുടെ അഭിവൃദ്ധിയെ പ്രാപിക്കാതെ തന്നെ അങ്ങയുടെ പാദപത്മങ്ങളെ ആശ്രയിച്ചവനായി. ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നാണത്രേ വേദങ്ങൾ അടക്കമുള്ള എല്ലാ വിദ്യകളും ഉത്ഭവിച്ചത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവ യഥാക്രമം ബ്രഹ്മാവിന്റെ പൂർവ, ദക്ഷിണ, പശ്ചിമ, ഉത്തര മുഖങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യം എന്നീ ഉപവേദങ്ങളും ആ ക്രമത്തിൽ 4 മുഖങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കൂടാതെ ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം എന്നീ 6 വേദാംഗങ്ങളും മീമാംസ, ന്യായവിസ്താരം, പുരാണം, ധർമ്മശാസ്ത്രം എന്നീ ഉപാംഗങ്ങളും എല്ലാം അടങ്ങിയ വിദ്യകൾ ബ്രഹ്മമുഖത്തു നിന്ന് തന്നെ ഉത്ഭവിച്ചു. രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളും ബ്രാഹ്മം, പാത്മം, വൈഷ്ണവം, ശൈവം, ഭാഗവതം, നാരദം, മാർക്കണ്ഡേയം, വാഹനം, ഭവിഷ്യം, ബ്രഹ്മവൈവർത്തം, ലിംഗം, വാരാഹം, സ്കന്ദം, വാമനം, കൗർമ്മം, മാത്സ്യം, സൗപർണം, ബ്രഹ്മാണ്ഡം എന്നീ 18 പുരാണങ്ങളുമാണ്. ഇവയെല്ലാം ചേർന്നതാണ് 5-ാം വേദമെന്ന് അറിയപ്പെടുന്നത്. 18-ലധികം ഉപപുരാണങ്ങളുമുണ്ട്. ബ്രഹ്മാവ് ഇവയെല്ലാം സൃഷ്ടിച്ച് പുത്രന്മാരെ ഏൽപ്പിച്ചു. എന്നാൽ പ്രജാസൃഷ്ടി അഭിവൃദ്ധിപ്പെടാതെ കണ്ട അദ്ദേഹം ഒട്ടും തന്നെ സന്തുഷ്ടനാകാതെ ഭഗവാനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ഇതെല്ലാം നടത്തിയിട്ടും ബ്രഹ്മാവിന് ഒരു തൃപ്തിയോ സന്തോഷമോ തോന്നാത്തത് കൊണ്ട് ഭഗവാനെ സമീപിക്കുകയാണ്. എല്ലാവർക്കും നൽകുന്ന ആ ഭഗവാൻ തന്നെ നമ്മൾക്കും ആശ്രയമുള്ളൂ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.